Good afternoon, all. Good afternoon, ma'am. Good afternoon. നമ്മുടെ മെഡിക്കൽ റെക്കോർഡാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു കാണും അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? അനസ്തേഷ്യ റിപ്പോർട്ട് എടുക്കണം. അനസ്തേഷ്യ തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ വായിച്ചു നോക്കിയിട്ട് എല്ലാം ചെറുത് ആണ് അല്ലെ? എല്ലാവരും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ നിങ്ങൾ പഠിച്ചു പോയി കാണും. നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് അനസ്തേഷ്യ റിപ്പോർട്ട്. ക്ലാസ് എടുക്കാലോ? എല്ലാവരും എടുത്ത് കാണും അല്ലെ? നമ്മള് പറഞ്ഞു നിർത്തിയത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് വരെയാണ് അല്ലെ? അപ്പൊ നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഡോക്ടർ രോഗിയെ കണ്ടു, പിന്നെ പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ട് എന്താണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഓപ്പറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്താ കൊടുക്കുക? രോഗിയെ അബോധാവസ്ഥയിലാക്കേണ്ടതുണ്ട് അല്ലെ? ഇല്ലേ? ഇപ്പൊ ലാസ്റ്റ് അവരൊക്കെ ആയാലും കൊണ്ട് ഉറക്കം നോക്കിയെന്ന് ഇരിക്കരുത്. നമുക്ക് ഒന്നിച്ച് ഇത് ചെയ്യാം. അപ്പൊ അനസ്തേഷ്യ കൊടുക്കണം അല്ലെ? അപ്പൊ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ റിപ്പോർട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ? ചില സ്ഥലങ്ങളിലൊക്കെ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അതിന്റെ ഡോസേജ് കൂടിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ നമുക്കറിയാം അത് കറക്റ്റ് അല്ലേ? ആ ഒരു ടൈമിങ്ങിൽ തന്നെ അത് കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ബോധാവസ്ഥ തിരിച്ചു വരുന്ന സ്റ്റേജുകളൊക്കെ. എല്ലാത്തിനും ഒരു കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് വേണം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എന്താണ് നമ്മുടെ ആ ഒരു മെഡിക്കലിന്റെ തന്നെ ഓഡിറ്റ് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ? ഓരോ പേഴ്സണും. അനസ്തേഷ്യ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെയാ സാധാരണയായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ operation, the amount of concentration of anesthesia given, time given and effect. അതായത് നമുക്കറിയാം അനസ്തേഷ്യ കൊടുക്കണമെന്നുള്ളത് അല്ലെ? അപ്പൊ ഏത് മരുന്നാണ് അല്ലെ നമുക്ക് ഓപ്പറേഷന് മുമ്പ് എന്ത് മരുന്നാണ് കൊടുക്കുക, അത് എത്രത്തോളം അളവിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം മറ്റു മരുന്നുകളെ പോലെയല്ല അല്ലെ? ബോധാവസ്ഥയിൽ കൊടുക്കുന്ന മരുന്നിന് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണേ കൊടുക്കാനാണ്. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അത് ഏത് സമയത്താണ് നൽകിയത് അല്ലെ? സമയം അതേമാതിരി തന്നെ അതിന്റെ എഫക്ട് എത്ര സമയത്തോളം നീണ്ടു നിൽക്കുന്നതാണ് അതിന്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എഴുതി അല്ലെ? ഡോക്യുമെന്റ് ആയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് എവിഡൻസിന്റെ പ്രൂഫിന് എന്നുള്ള രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. Then also includes anesthetic agent, the amount, the technique used to execute it, the effect and duration of anesthetic, the temperature, pulse, respiration and blood pressure, etc. അതായത് ആരെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ പേജ് നമ്പറൊക്കെ. ഇപ്പൊ ഇവിടെ നോക്കാം എന്താണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഈ അനസ്തേറ്റിക് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഏജന്റ് അല്ലെ? നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെയാണ്. ചിലർക്ക് അലർജറ്റിക് ആയിട്ടുള്ള ഡിസീസുകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏജന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ അത് ഏത് സംഭവമാണെന്നുള്ളതും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എന്താണ് ഏത് രീതിയിലാണ് ഈ അനസ്തേഷ്യ കൊടുത്തത്. ചിലർക്ക് നട്ടിലിന് അല്ലെ? അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേഷ്യന്റിനും അനുയോജ്യമായ രീതിയിലാണ് ഡോക്ടർ അത് നിർദ്ദേശിക്കുക. അപ്പൊ അത് ഏത് രീതിയിലാണ് അത് കൊടുത്തത്. ദെൻ എഫക്ട് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ അനസ്തെറ്റിക്. നമുക്കറിയാം എത്രത്തോളം നേരം അത് അല്ലെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു സമയ കാലയളവ് അത് എത്രത്തോളമാണ്.
എന്നാൽ ആ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനസ്തറ്റിക് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചറും പൾസും റെസ്പിറേഷനും കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കാരണം വേരിയേഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ. ഒരു പുതിയൊരു ഏജന്റ് നമുക്ക് അറിയാൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെ. അബോധാവസ്ഥയിലാവുക ഏതെങ്കിലും ഭാഗം അതിനെ ബോധരഹിതമാക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് അനസ്തീഷ്യ കൊണ്ട് നടപ്പാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെയുള്ള ഇതുകൊണ്ട് വന്നു ചേർന്നിട്ടുണ്ടോ, നമ്മുടെ പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ നമുക്ക് ചൂട് ടെമ്പറേച്ചർ വരികയോ അല്ലെങ്കിൽ പൾസ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം അല്ലെ റെസ്പിറേഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ, അതൊക്കെ ആ ടൈമിലൊക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് നോക്കണം. ആ സമയത്ത് ടെമ്പറേച്ചർ നോക്കുക, പ്രഷർ നോക്കുക, അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേഷനൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ നോട്ട് ചെയ്യും. ഓക്കെ, അതാണ് അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. ഓക്കെ, നമുക്കറിയാവുന്ന മാറ്റേഴ്സ് തന്നെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് നോക്കാം ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേഷൻ അപ്പൊ അനസ്തേഷ്യയുടെ കാര്യം കഴിയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഓപ്പറേഷന് മുമ്പായിട്ടാണ് ഇത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഓപ്പറേഷൻ റിപ്പോർട്ട് എന്താണ് കൈകാര്യം ചെയ്യുന്നത്? എന്താണ് അതിൽ പറയുന്നത്? ഇൻക്ലൂഡ്സ് കൺസേൺഡ് ഫോർ സർജറി, പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആൻഡ് ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ്. അതായത് നമുക്കറിയാം സർജറിക്ക് മുമ്പ് സമ്മതപത്രങ്ങളെല്ലാം ഫില്ല് ചെയ്ത് മേടിക്കും അല്ലെ. നമ്മൾ തയ്യാറാണ്, പേഷ്യന്റ് തയ്യാറാണെന്നുള്ളത് അല്ലെങ്കിൽ പേഷ്യന്റ് അടങ്ങിയ റിലേറ്റീവ്സിൽ നിന്നോ സമ്മതപത്രമൊക്കെ കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കി മേടിക്കേണ്ടതുണ്ട്. ദെൻ പ്രീ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ അവര് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ. അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് അലർജി ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് പ്രീ അനസ്തേഷ്യ കൊടുക്കും ഇല്ലേ, കൊടുക്കാറില്ലേ? അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇന്ന സമയത്ത് ഞങ്ങൾ പ്രീ അനസ്തേഷ്യ കൊടുത്തു, അതിലെ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ഉണ്ടായില്ല. ദെൻ അതിനുശേഷം അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നു. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടപ്പാകുന്നുണ്ട് എന്നുള്ള ഒരു എവിഡൻസുകളാണ് അല്ലെ. അപ്പൊ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പരിശോധിച്ച കേസ് എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇതിനുള്ള എവിഡൻസുകളാണ് അല്ലെ. പ്രീ അനസ്തേഷ്യ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ എന്താണ് കൺസെന്റ് ഫോം ഫിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ദെൻ അതിനുശേഷമാണ് അനസ്തേഷ്യ കൊടുത്തേക്കുന്നത്. ദെൻ അതിന്റെ പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം അല്ലെ. അനസ്തേഷ്യയുടെ സമയത്ത് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യമൊക്കെ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം അല്ലെ പോസ്റ്റ് അനസ്തേഷ്യ കഴിഞ്ഞതിന് ശേഷം എന്താണ് പ്രത്യേകത ഉണ്ടായത്, അതിന്റെ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട്. then എന്താണ് ഇവിടെ പറയുന്നത്? A pre-operative diagnosis should be recorded before surgery. അതായത് നമുക്ക് രോഗനിർണയം ഉണ്ട് അല്ലെ. നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് ഇതിന്റെ കാരണം കൊണ്ടാണ് ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സർജറിക്ക് മുമ്പായിട്ടുള്ള അത്തരത്തിലുള്ള രോഗനിർണയ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതായത് വെറുതെ പോയി ഓപ്പറേഷൻ ചെയ്തേക്കുന്നതല്ല അല്ലെ. ഇങ്ങനെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഇനിയൊരു മാറ്റർ ഉള്ളത് കൊണ്ടാണ് ഓപ്പറേഷൻ വിധേയമാകുന്നതിനുള്ള ഒരു എവിഡൻസ് ആണ് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. Then it involves a full description of the detection, both the normal and the abnormal, the organs explored, then procedures, then switches, drain and sponge used name of surgeons and assistants. അതായത് ഇവിടെ എന്തൊക്കെയാണ് അവിടെ ഹോസ്പിറ്റലില് സർജറിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്കറിയാം പല പല എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നീഡിൽസും കാര്യങ്ങളും അല്ലെ. അപ്പൊ അവിടെ എണ്ണം വരെ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റലിലേക്ക് എന്താണ് അവിടെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ അല്ലെ ആ ഒരു ഡെലിവറിയും ആ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം അവിടെ എത്തിക്കണം എന്ന് പറയും അല്ലെ. അവര് ലിസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാവോ? അങ്ങനെയൊക്കെ ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഉണ്ട് അല്ലെ. അപ്പൊ അവര് നേരത്തെ കൂട്ടി എത്തിച്ചിട്ട് ആണ് അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അവര് പുറത്തുനിന്ന് മേടിക്കണമെന്നില്ല, ഹോസ്പിറ്റലിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെ കിറ്റ് വാങ്ങി കൊടുക്കണം. ഓക്കെ, അപ്പൊ കിറ്റ് വാങ്ങി അതിനാവശ്യമായിട്ടുള്ള കിറ്റുകളെല്ലാം തന്നെ അതില് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സൂചിയും അതിൽ ഉപയോഗിക്കുന്ന നൂലും അതൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അവിടെ പറയണം അല്ലെ. ഏത് സ്റ്റിച്ചാണോ ഏത് ത്രെഡാണ് അല്ലെ അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള നൂതന കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ
കൃത്യമായിട്ട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്യുന്നു. സ്ട്രിച്ചസ്, ട്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസർ. സ്പോഞ്ചസ് യൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് വില്ലേജ് വേസ്റ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ ആ ഒരു ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അബ്സോർബ് ചെയ്യുന്ന സ്പോഞ്ചുകളൊക്കെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്പോഞ്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ യൂസേജ് അതിനൊക്കെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് ഇന്ന എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്, ഈ തരത്തിലുള്ള ത്രെഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റിച്ചിങ് ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. സ്റ്റിച്ചസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് സ്റ്റിച്ചിങ് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ട്രെയിൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ത്രെഡിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുന്നൽ പ്രവർത്തനമാണല്ലോ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രൊസീജിയർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആ പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ത്രെഡ് ഉണ്ടാവാം, then സ്വിച്ച് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ടാവും, then സ്പോഞ്ചുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. അതിന്റെയൊക്കെ പേരുകൾ അടക്കം നമുക്കറിയാം, വ്യത്യസ്ത പേരുകളൊക്കെയാണ്. ഇപ്പോഴത്തെ നൂതന കണ്ടുപിടുത്തങ്ങൾക്ക് അനുസരിച്ചിട്ട് പുതിയ പുതിയ സംഭവങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പേരുകളെല്ലാം തന്നെ അവിടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഓപ്പറേഷൻ റിപ്പോർട്ടാണ് നമ്മളിപ്പോ കണ്ടത്. അനസ്തേഷ്യ റിപ്പോർട്ട് കണ്ടു. അതിനുശേഷം ഓപ്പറേഷൻ റിപ്പോർട്ടിൽ നമുക്കറിയാം ഇതില് പ്രധാനമായിട്ടും ഇത്തിരി കൂടി കുറച്ചുകൂടി പറഞ്ഞത്, അതായത് ഇറ്റ് ഇൻവോൾവ്സ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡിറ്റക്ഷൻ ബോത്ത് നോർമൽ ആൻഡ് അബ്നോർമൽ. അതായത് സാധാരണ രീതിയിലും അബ്നോർമൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും അവിടെ റിപ്പോർട്ട് ചെയ്യും. നോർമലി ഇന്ന പേഷ്യന്റ് ആയിരുന്നു, ഇന്ന ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടാണ് ഈ പേഷ്യന്റ് വന്നത്. അപ്പൊ ചിലപ്പോ എന്താണ്, ചിലപ്പോ ചില ഓർഗൻസ് ഒക്കെ മാറ്റി വെക്കേണ്ട ഒരു ഫംഗ്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത് അല്ലെ. ചിലപ്പോ എന്തെങ്കിലും കേടായ അല്ലെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ എടുത്ത് നീക്കുകയോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ നടക്കുന്നത്. എന്താണെങ്കിലും അത് നോർമൽ ആണെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസ് എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അവിടെ ഉപയോഗിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും അല്ലെ അതിൻ്റെതായിട്ടുള്ള എത്ര എണ്ണം എന്നുള്ള കൗണ്ട് രീതിയിൽ തന്നെ അതിന്റെ പേരുകളും എണ്ണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, നമുക്ക് ചിലപ്പോഴൊക്കെ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് മുറിവ് ഉണങ്ങാത്തത്, അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു കേൾക്കാറില്ലേ? അത് ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ആണ് അങ്ങനെയൊക്കെ പറയാറില്ലേ? കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡും കാര്യങ്ങൾക്കൊക്കെ വ്യത്യസ്തതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം റിപ്പോർട്ടിലും ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ അവിടെ നമ്മൾ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന സാധാരണ രീതിയിൽ എന്തെങ്കിലും കണ്ടെത്തലുകൾ സംഭവിച്ചാൽ ഓപ്പറേഷൻ നടത്തുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നത് അല്ലെ. സാധാരണവും അസാധാരണവുമായ എല്ലാ കണ്ടെത്തലുകളും അല്ലെങ്കിൽ എല്ലാത്തിന്റെ വേരിയേഷൻസ് പൂർണ്ണമായ വിവരങ്ങളെല്ലാം തന്നെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, റിക്കവറി റൂം റെക്കോർഡ്. റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനസ്തേഷ്യയും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അല്ലെ റിക്കവറി റൂമിലേക്ക് ഒന്നുകൂടി അവരെ ഒരു ഒബ്സർവേഷൻ രീതിയിലേക്ക് മാറ്റുന്ന ഒരു റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ് ദ ഓപ്പറേറ്റിംഗ് റൂം ടിൽ ഹി റീച്ചസ് ദ നഴ്സിംഗ് റൂം. ഓക്കെ, അപ്പൊ നമ്മള് നഴ്സിംഗ് റൂമിലേക്ക് അതായത് വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് വരെ അതേമാതിരി തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അല്ലെ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം. റൂമിൽ നിന്ന് ഇറക്കുന്നത് മുതൽ till he reaches the നഴ്സിംഗ് റൂം. നഴ്സിംഗ് റൂം എത്തുന്നത് വരേക്കുമുള്ള എല്ലാ ഡീറ്റെയിൽസും റിക്കവറി റൂം റെക്കോർഡിലാണ് ഉൾപ്പെടുത്തേണ്ടത്. നമുക്കറിയാം ഒബ്സർവ് ചിലപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് റിക്കവറി റൂമിൽ ഇരിക്കാറുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഓപ്പറേഷൻ റൂമിൽ നിന്ന് ഇറക്കുകയും ചെയ്തു, എന്നാൽ റൂമിലേക്കോ വാർഡിലേക്കോ എത്തിപ്പെട്ടിട്ടില്ല അല്ലെ. അപ്പൊ ആ ടൈമിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് റിക്കവറി റൂം റെക്കോർഡിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നോക്കാം നഴ്സിംഗ് നോട്ട്. എന്താണ് നഴ്സിംഗ് നോട്ട്സിൽ പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ്
The nurse's observations of the patient, care and treatment given to the patient, and the patient's response to the treatment. അതായത് നമുക്ക് നഴ്സിംഗിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ ഒബ്സർവേഷൻ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് പേഷ്യൻസിന്റേതായിട്ടുള്ള മാറ്റങ്ങൾ. നമുക്കറിയാം ഓരോ അനസ്തീഷ്യ കൊടുത്ത് ഇത്ര സമയത്തിനുള്ള റിക്കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമല്ല ഇവർക്ക് പേഷ്യന്റിനെ ഒന്നും സ്വമേധയാ മനസ്സിലാവില്ല അല്ലെ. എന്തെങ്കിലും ബ്ലീഡിങ് കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കെയർഫുൾ ആയിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം റിപ്പോർട്ട് ചെയ്യണം. കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ ടു ദ പേഷ്യന്റ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്. കേസ് ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസ് പേഷ്യന്റ് എങ്ങനെയാണ് പ്രതികരിച്ചത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. Then it narrates the patient's requirements, problems, capabilities and limitations in respect of the patient behavior. അതായത് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് അവരുടെ പെരുമാറ്റ രീതിയിലോ ചിലപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും പെയിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ വരികയാണ് അല്ലെ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ അവര് വീണ്ടും ഒന്ന് മയക്കി കിടക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കും ഇല്ലേ. ഉണ്ടാവൂല്ലേ? അങ്ങനെ ഉണ്ടാവോ? ഞാൻ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ബിഹേവിയർ, ഇവരുടെ പെരുമാറ്റ രീതിയിൽ എന്തെങ്കിലും വൈബ്രേഷൻസ് ഉണ്ടോ എന്നാണ്, പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതനുസരിച്ചിട്ട് ഇവർ പ്രതികരിക്കുന്നുണ്ടോ, അവരുടെ റെസ്പോൺസ് ഇത്തിരി കൂടി എന്തെങ്കിലും അല്ലെ മോശപ്പെട്ട രീതിയിലാണോ എന്നൊക്കെ ഈ ഒരു റിപ്പോർട്ടില് എഴുതി തയ്യാറാക്കി വെക്കേണ്ടതാണ്. Then this document includes statements of nursing measures which are to be taken to facilitate the medical care provided. അതായത് പൊതുവെ നമുക്കറിയാം ഈ നൽകുന്ന നടപടികൾ അല്ലെ, നൽകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലെ, ഈ ഡോക്യുമെന്റ്സിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൊടുക്കണം. കേസ് മെഡിസിൻ കൊടുക്കാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനായിട്ട് അല്ലെങ്കിൽ സെഡേഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചിലപ്പോ ആണെങ്കിൽ നമുക്കറിയാം ഈ നേരെക്കൂടെ ചിലപ്പോൾ എന്തെങ്കിലും എക്യുപ്മെന്റിന്റെ സഹായത്തോടെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡയറ്റമി പോലെയുള്ള മെഷീന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് കൺട്രോൾ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാണ്. ഓക്കെ, നഴ്സിംഗ് നോട്ടാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ ചോദിച്ചു പോകാട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഇറ്റ് നരേറ്റ്സ് പറയാം. It narrates the patient's requirements, problems, capabilities and limitations in respect of the patient behavior. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അല്ലെ, അവർ ഒബ്സർവ് ചെയ്യുന്ന സമയങ്ങളിൽ ചില ആവശ്യങ്ങളൊക്കെ അവർ പറയും അല്ലെ. നമുക്ക് ഇപ്പൊ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഇച്ചിരി ചൂട് ഫീൽ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടാം അല്ലെ. പേഷ്യൻസ് അങ്ങനെ ആവശ്യപ്പെടാം ഇല്ലേ, ആവശ്യപ്പെടില്ലേ. ഇതന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫീൽ ചെയ്യാം, എന്തെങ്കിലും ആവശ്യകതകൾ അവർക്ക് ഉണ്ടാവാം, എന്തെങ്കിലും അല്ലെ ഡ്രോബാക്സുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ അതേമാതിരി തന്നെ പേഷ്യൻസിന്റെ ബിഹേവിയറിൽ അവരെ പെരുമാറ്റ രീതിയിലെല്ലാം എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി
അവർക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ എന്തല്ലേ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ റിക്കവർ ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കര പെയിനൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ എന്താണ് അവര് അവിടെ നിലവിളിക്കും അല്ലെ, ഭയങ്കര ഫീൽ ചെയ്യണം, ഭയങ്കര പെയിൻ ആണെന്നൊക്കെ അവർ ഇൻഫോം ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ആ ഒരു പെയിനെ നേരിടാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തില് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം ആ ഒരു സെഡേഷന്റെ ടൈം അത് ചിലപ്പോൾ അത് ഓക്കെ നമുക്ക് നാച്ചുറലി പതിയെ 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 ഇത് പോകുന്നുള്ളൂ, റിലാക്സ് ചെയ്ത് തന്നെ പോരാനായിട്ട് സാധിക്കും. ചിലപ്പോഴെന്താണ് ചിലപ്പോൾ അത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോകുകയാണെങ്കിൽ അവർക്കത് അല്ലെ ആ ഒരു പേഷ്യന്റിനെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരുന്നു. അപ്പൊ അവരുടെ ബിഹേവിയറിൽ അത് പ്രകടമാകും. അപ്പൊ അത് വാച്ച് ചെയ്തതിന് ശേഷമാണ് അവർക്ക് അനുസൃതമായിട്ടുള്ള മെഡിസിൻസ് എന്താണ് നഴ്സുമാർ കൊടുക്കുന്നത്. അത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലെ ചേഞ്ച് അനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അത്തരം മാറ്റേഴ്സ് ഒക്കെ തന്നെ എന്താണ് നഴ്സിംഗ് നോട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. ഓക്കെ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും നമുക്ക് നോക്കാം. തേർഡ് പോയിന്റ് നോക്കാം. ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ നഴ്സിംഗ് മെഷർ which has to be taken to facilitate the medical care provided. അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു അവർക്ക് വേദനയുള്ളപ്പോ മെഡിസിൻ കൊടുക്കാനൊക്കെ പറഞ്ഞു, അതേമാതിരി തന്നെ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു, തണുപ്പായതുകൊണ്ട് ചിലപ്പോൾ AC ഓഫ് ചെയ്യണമെന്നൊക്കെ നിർദ്ദേശിച്ചത് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഇനി ചിലപ്പോ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ തന്നെ എക്യുപ്മെന്റ്സിന്റെയും കൂടി സഹായത്തോടു കൂടിയിട്ട് ചിലപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. രോഗികൾക്ക് അവരുടെ ചില കാര്യങ്ങൾ അല്ലെ ഇങ്ങനെയുള്ള ഒബ്സർവേഷൻ ടൈമിലൊക്കെ ചിലപ്പോ ആണെങ്കിൽ അവര് റിക്കവർ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അല്ലെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇൻ കേസ് ഒരു ബ്ലീഡിംഗ് ആണ് അല്ലെ, അൺകൺട്രോളബിൾ ആയിട്ട് ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവര് അത് ബ്ലീഡിങ്ങിനെ നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ബ്ലീഡിംഗ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അവരെന്താണ് ആ ഒരു ഡൈതെറമി പോലത്തുള്ള മെഷീനൊക്കെ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ചൂട് പ്രവഹിച്ച് അതിന്റെ ആ ഒരു ഞരമ്പിലൂടെയുള്ള രക്തപ്രവാഹത്തെ കൺട്രോൾ ചെയ്തു. തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു മെഷീന്റെ എക്യുപ്മെന്റിന്റെ ഉപയോഗം അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, അതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അതുമാതിരി എന്തെങ്കിലും സംതിങ് സംഭവിക്കുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ചില മെഷീന്റെ ഉപയോഗം ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി അവർക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ക്ലിയർ ആയോ? പോയിന്റ് ഒക്കെ ആയോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. TPR എന്താണ്? TPR പറയുന്നത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ആണ് ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും ഓപ്പറേഷൻ നടത്തുമ്പോഴും അതിനുശേഷമൊക്കെ എന്താണ് എപ്പോഴും അവരുടെ ടെമ്പറേച്ചറും പൾസും അതേമാതിരി തന്നെ ശ്വാസത്തിന്റെ റെസ്പിറേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് അല്ലെ. പുതിയൊരു ഏജന്റ് അനസ്തേഷ്യയുടെ ഏജന്റ് ഒക്കെ പ്രവേശിക്കുകയാണ് ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതിന്റെ എഫക്ട് ബോഡിയിൽ എന്തെങ്കിലും പ്രഷർ വേരിയേഷനോ അല്ലെങ്കിൽ റെസ്പിറേഷൻ പ്രോബ്ലംസ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെക്കിങ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. അപ്പൊ ഇതെല്ലായ്പ്പോഴും എന്താണ് ചാർട്ടിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ചിലപ്പോൾ R റെപ്രസെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ P റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് ഉള്ള രീതിയിലൊക്കെ ചോദ്യം കാണാറുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യാം. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ അല്ലെ. അതാണ് പൊതുവെ ഇത്തരത്തിലുള്ള TPR ചാർട്ടില് രേഖപ്പെടുത്തി മാറ്റുന്നത്. നമുക്ക് നെക്സ്റ്റ് മെഡിക്കേഷൻ ഷീറ്റ്. എന്താണ് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്? It provides a documentation of the medicines given orally, topically, by inhalation and infusion. അതായത് നമുക്ക് മെഡിസിൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. എനിക്കിപ്പോഴും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഒപ്പം തന്നെ മെഡിസിൻസ് ചിലപ്പം മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ വേദനകളോ പെയിൻ കില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എന്തായാലും മോസ്റ്റ്ലി അവർക്ക് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം രേഖപ്പെടുത്തുന്നതാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്, മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. It provides a documentation of the
മെഡിസിൻസ് ഗിവൺ ഓറലി, ചിലപ്പോൾ ആണെങ്കിൽ വായിക്കൂടെ കൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ ടോപ്പിക്കലി, ചിലപ്പോൾ എവിടെയെങ്കിലും ലേപനം ചെയ്യുകയായിരിക്കും അല്ലെ, പുരട്ടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്താണ് ഇൻഹാലേഷൻ, നമുക്ക് ശ്വസത്തിലൂടെ നമുക്ക് കൊടുക്കുന്നുണ്ടാവാം. ചിലപ്പോൾ കിടപ്പ് രോഗികളൊക്കെ ആകുമ്പോൾ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെ, എന്തെങ്കിലും ഞരമ്പിലൂടെയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ, വായുവിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ റൈസ് ട്യൂബിലൂടെയൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കും മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും എന്താണ് മെഡിസിൻസ് കൊടുത്തത് എന്നുള്ളത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. മെഡിക്കേഷൻ ഷീറ്റ്, ഓക്കെ, ദ ഡേറ്റ്, ടൈം, നെയിം ഓഫ് എ ഡ്രഗ്, ഡോസ് ആൻഡ് റൂട്ട് ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ ആർ ഡോക്യുമെന്റഡ് ആഫ്റ്റർ ദ ഡ്രഗ് ഹാസ് അഡ്മിനിസ്ട്രേറ്റഡ്. അതായത് നമ്മളിപ്പോ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഭരണം എന്നുള്ള രീതിയിൽ അവര് എന്താണ് കൊടുത്തത്, ഏത് സമയത്ത് കൊടുത്തത്, എത്ര അളവ് കൊടുത്തു, ഏതിലൂടെയാണ് കൊടുത്തത് അല്ലെ, വായുവിലൂടെയാണോ അല്ലെങ്കിൽ ട്യൂബിലൂടെയാണോ, അല്ലെങ്കിൽ എത്രത്തോളം അളവാണ് കൊടുത്തത്, ഏത് സമയത്താണ് കൊടുത്തത്, ഇതെല്ലാം തന്നെ എന്താണ് മെഡിക്കേഷൻ ഷീറ്റിൽ ഉൾപ്പെടുത്തണം എന്നത്. ഡേറ്റ്, ടൈം, നെയിം ഓഫ് ഡ്രഗ്, then എന്താണ് ഡോസ് ആൻഡ് റൂട്ട് ബൈ അല്ലെ, ഏത് രീതിയിൽ കൂടെയാണ് കൊടുത്തത്, വായുവിലൂടെയാണോ കൊടുത്തത് അല്ലെങ്കിൽ ട്യൂബിലൂടെയാണോ കൊടുത്തത്, അങ്ങനെ ഏത് രീതിയിൽ കൂടെയാണ്, ഇതെല്ലാം തന്നെ എന്താണ് ഡോക്യുമെന്റില് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു പോകട്ടോ. ഓക്കെ, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത് അല്ലെ, മെഡിക്കേഷൻ ഷീറ്റിൽ എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുക? മെഡിക്കേഷൻ ഷീറ്റിൽ ഞാനിപ്പോ പറഞ്ഞോളൂ എന്താണ് അതിൽ മോസ്റ്റ്ലി ഉണ്ടാവുക, എന്താ ഡീറ്റെയിൽസ്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുക? ഡ്രഗ്സ്, ഓക്കെ, ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മെഡിസിൻസ് അല്ലെ, മെഡിസിനുമായി ബന്ധപ്പെട്ട, ഓക്കെ, മെഡിസിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് അവിടെ മോസ്റ്റ്ലി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം മിസ്ലേനിയസ് റിപ്പോർട്ട്സ്, മറ്റു തരത്തിലുള്ള റിപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ദ സ്പെഷ്യലൈസ്ഡ് ആർ യൂണിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ സച്ച് ആസ് ICU, CCU, etc. are included in this form. അതായത് നമുക്ക് എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെ, ICU, CCU എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അറിയാലോ അല്ലെ, എഴുതിയിരിക്കേണ്ടതുണ്ടോ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ, അവറ്റും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെന്റേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും അതൊരു റിപ്പോർട്ട് അല്ലെ, ICUവിന്റെ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ICUവിലെ പേഷ്യൻസ് വന്നു അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അതുമായ റിപ്പോർട്ട്, അതേമാതിരി CCUവിൽ വന്നപ്പെട്ട രോഗിയുമായി ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടുകൾ എല്ലാം തന്നെ എവിടെ കാണിച്ചിരിക്കണം, മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തണം അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം സെപ്പറേറ്റ് തന്നെ ആ മിസ്ലേനിയസ് റിപ്പോർട്ട് എന്നുള്ള കണ്ടറിൽ തന്നെ ഉൾപ്പെടുത്തുക. എന്താണ് ഫിസിക്കൽ തെറാപ്പി? എന്താണ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്? ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു അഡ്മിഷൻ തുടങ്ങി പേഷ്യന്റും ഔട്ട് പേഷ്യന്റും അതേമാതിരി തന്നെ കൺസൾട്ടേഷനും അഡ്മിഷൻ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ മെഡിക്കൽ റെക്കോർഡ്. പിന്നെ ഫിസിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം, അവർക്ക് എന്തെങ്കിലും തെറാപ്പി അല്ലെ മെഡിസിനോടൊപ്പം തന്നെ എന്തെങ്കിലും തെറാപ്പീസും ഡോക്ടേഴ്സ് ചിലപ്പോൾ നിർദ്ദേശിച്ചിരിക്കും. കാരണം ഓരോ രോഗം പൂർണ്ണമായി ഭേദമാകണമെങ്കിൽ മെഡിസിൻ മാത്രം മതിയോ? മതിയോ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മെഡിസിൻ മാത്രം പോരാ, ചില തെറാപ്പികൾ കൂടി അല്ലെ, ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ഒക്കെ അവർ നിർദ്ദേശിക്കുന്നുണ്ടാവും, അതുകൂടി ചെയ്തു പോകണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഫിസിക്കൽ തെറാപ്പിയുടെ അണ്ടറിൽ വരുന്നത്. It gives a description of the assessment and the treatments, which include the use of exercise, heat, cold, water, electricity, then ultrasound and physical means of to bring back the patient to useful activity. അതായത് നമുക്ക് രോഗിയെ സംബന്ധിച്ചല്ലേ ആരോഗ്യവാനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായില്ല. ചിലപ്പോഴെന്താണ് അവർക്ക് പല ട്രീറ്റ്മെന്റും അല്ലെ, മെഡിസിൻസ് മാത്രമല്ല പലതരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളും നിർദ്ദേശിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഷോപ്പ് കൊടുക്കാനോ അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അൾട്രാസൗണ്ടിന്റെ എന്തെങ്കിലും അല്ലെ ഘടകങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് കഴിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫിസിക്കലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. നമ്മൾ മെഡിസിന് പകരമായിട്ട്
ഇത്തരത്തിലുള്ള എന്തെങ്കിലും സേവനങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ചിലപ്പോ എന്താണ് ചൂടും തണുപ്പും അല്ലെങ്കിൽ വെള്ളത്തിന്റെ എന്തെങ്കിലും അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷോക്കും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താണ് ഫിസിക്കൽ തെറാപ്പിയുടെ അണ്ടറിൽ നോട്ട് ചെയ്യേണ്ടതാണ്. It gives a description of the assessment and treatments, which includes the use of exercise, then heat, cold water, electricity, then ultrasound, and physical means bring back the patient to useful activity. തീർച്ചയായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കുന്നത് പേഷ്യൻസിന്? അവരെ നല്ല ആക്റ്റീവാക്കി മാറ്റാനല്ലേ നമ്മൾ ഫിസിക്കൽ തെറാപ്പി ഒക്കെ കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അവരെ ആരോഗ്യവാന്മാരാക്കി മാറ്റാനായിട്ടാണ് ഇത്തരം തെറാപ്പികളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിലയിരുത്തി എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നത്, അത് കൊടുത്തത് എന്തൊക്കെയാണ് അല്ലെ, അതിൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുന്നു. ഫിസിക്കൽ തെറാപ്പിയുടെ അണ്ടറിൽ ഉൾപ്പെടുത്തുക. ഇതിലെന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ? എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുന്നത്? നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു അന്തരീക്ഷം മാറുമ്പോ തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങനെ കാണാറുണ്ടോ ചില പേഷ്യൻസ് ഒക്കെ? മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമ്പോഴായിരിക്കും, പക്ഷെ വളരെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. കാരണം എന്താണ് അവരുടെ ആ ഒരു സാമൂഹിക ചുറ്റുപാടുകൾ അല്ലെ, അത് ചിലപ്പോൾ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ടാവും, അതല്ലെങ്കിൽ എന്താണ് മെഡിസിൻസ് അപ്ഡേഷൻ ആയിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, എന്തെങ്കിലും ഭക്ഷണങ്ങൾ നേരാവണ്ണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് ആരംഭിക്കുമ്പോൾ തന്നെ എന്താണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, മെഡിസിൻസ് നേരത്തിന് കിട്ടുന്നുണ്ട്, ഭക്ഷണം നേരത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ് ഓൾമോസ്റ്റ് അവരുടെ എന്താണ് രോഗങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്നുമുണ്ട്. അപ്പൊ ഇതിൽ എന്താണ് തീർച്ചയായിട്ടും പറയുന്നത് എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഈ ഒരു രോഗിയെ പല കാര്യങ്ങളും അല്ലെ ആശ്രയിക്കുന്നുണ്ട് എന്നത്. It must consist of a background, social information, and the problems identified by the patient, is the family and the social worker. Okay, അപ്പൊ രോഗിയും അവന്റെ കുടുംബത്തെയും സാമൂഹ്യ പ്രവർത്തനത്തിനും എന്തെങ്കിലും അല്ലെ തിരിച്ച് പശ്ചാത്തലങ്ങൾക്കെല്ലാം അല്ലെ സാമൂഹികമായിട്ടുള്ള വിവരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാറ്റാസുകൾ ഉണ്ടോ? അപ്പൊ നമുക്കറിയാം അവരുടെ ചുറ്റുപാടിൽ നിന്നാണ് ഈ അസുഖത്തിന്റെ ഒരു പ്രോബ്ലം അല്ലെ ശമനമില്ലാത്തത്. അപ്പൊ അത് എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സോഷ്യൽ സർവീസ് ഡാറ്റ എന്നുള്ള അണ്ടറിൽ നോട്ട് ചെയ്യുകയാണ്. അവരുടെ ഫാമിലിയുമായിട്ടുള്ള എന്തെങ്കിലും ഹിസ്റ്ററീസ് നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം ചില മരണങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാരുടെ അശ്രദ്ധ കൊണ്ടല്ല, അവർ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റും മെഡിസിൻസ് ഒക്കെ അപ്ഡേഷൻ ആയിട്ട് കൊടുത്തു. പക്ഷെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പ്രഷർ കൂടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്ന് വെച്ചാൽ അവരപ്പോ എന്താണ് സോഷ്യലി അല്ലെ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് അവരുടെ ഇത്രയും കൂടി പ്രഷർ കൂട്ടാനായിട്ടുള്ള സാഹചര്യം വന്നത് അല്ലെ. അപ്പൊ റിപ്പോർട്ടിൽ അതും കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള പേഷ്യൻസ് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ എല്ലാ ചിഹ്നങ്ങളും എന്താണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ എന്താണ് സോഷ്യൽ സർവീസ് ഡാറ്റ എന്ന് പറയുമ്പോൾ കുടുംബ പശ്ചാത്തലവും അവരുടെ ബാക്ക്ഗ്രൗണ്ടും സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റേഴ്സ് എല്ലാം ഇതിന്റെ അണ്ടറിൽ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
നമുക്കിപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡിസ്ചാർജ് സമ്മറി അല്ലെ, നെക്സ്റ്റ് ഡിസ്ചാർജ് സമ്മറി ആണ്. എന്താണ് ഡിസ്ചാർജ് സമ്മറിയെ പറയുന്നത്? നമുക്കറിയാം ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ചിട്ട് നമുക്ക് അല്ലെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്കറിയാം അല്ലെ. ട്രാൻസ്ഫർ പേഷ്യന്റ് ഇവിടെ എടുത്തോ, ഇത് കഴിഞ്ഞതല്ലേ ട്രാൻസ്ഫർ പേഷ്യന്റ് ഒക്കെ? അതെ, അത് തീർച്ചയായിട്ടും ഡിസ്ചാർജ് സമ്മറിയൊക്കെ അതിലെന്താണ് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. ഈ കേസ് നമുക്കറിയാം, ഒരു ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൊണ്ടുപോകുന്ന ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മരണം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ആക്ഷനൊക്കെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നോക്കാം, ഇറ്റ് ഈസ് എ ബ്രീഫ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് നമുക്ക് ഹോസ്പിറ്റലിലെ രോഗിയെ ഹ്രസ്വമായിട്ടുള്ള ഒരു പുനരാവിഷ്കരണം ആ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ഇന്നിന്ന കാരണത്താലാണ്, ഇന്നിന്ന ട്രീറ്റ്മെന്റ് കൊടുത്തു, അങ്ങനെ രോഗങ്ങളൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ഇന്നിന്ന ടെസ്റ്റുകൾക്കൊക്കെ വിധേയമായി, അങ്ങനെ രോഗനിർണയം നടത്തി, മെഡിസിൻ ഇങ്ങനെയൊക്കെ കൊടുത്തു, എന്നാൽ അവരുടെ രോഗത്തിന് ഇന്ന ശമനം സംഭവിച്ചിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ റിപ്പോർട്ടും ആ രോഗി വന്നത് മുതല് ടൈം മുതലേ അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റും അവരെ ജസ്റ്റ് ഉണ്ടായിരുന്ന ആദ്യം മുതലുള്ള ഹിസ്റ്ററി ഒക്കെ അവിടെ ജസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് പറയുന്നത് എന്താണ് റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു പുനരാവിഷ്കരണമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. ഇറ്റ് ഇൻവോൾവ് ദ റീസൺസ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ്. എന്താണ് അതിൽ പറയുന്നത്? എന്താണ്, എങ്ങനെയാണ് ഇവര് ഹോസ്പിറ്റലൈസേഷൻ ആവാൻ സാധ്യത വന്നത് അല്ലെ, അതിന് എന്തൊക്കെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചു, ഇവരെ പരിശോധിച്ചപ്പോൾ എന്തൊക്കെ പുതിയ കണ്ടെത്തലുകളൊക്കെ കണ്ടെത്താൻ സാധിച്ചു, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എന്താണ് തെറാപ്പീസ് ഗിവൺ ആൻഡ് റെസ്പോൺസ്, ഇവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദ മെഡിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ. അതായത് ഇങ്ങനെ മെഡിസിൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ വിടയാണ് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇനിയും ചെയ്യണമെന്നും, അല്ലെങ്കിൽ നിലവിലെ ഫിസിയോതെറാപ്പി എന്തൊക്കെയാണ് ചെയ്തത്, ഇനിയും ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ, ഇൻ കേസ് എന്തെങ്കിലും ഡയറ്റ് അല്ലെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പാലിക്കണമെന്നുണ്ടോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇനിയും മൂവ് ചെയ്യാനായിട്ട് ഡിസ്ചാർജ് ചെയ്ത് നമുക്കറിയാം ചില ഡോക്ടേഴ്സ് ഒക്കെ അല്ലെ മെഡിസിൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം മാറണമെന്നില്ല അല്ലെ. ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രഷറിന്റെ വേരിയേഷൻ ഉള്ള ഒരു പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് ഡയറ്റിന്റെ കാര്യത്തിലും കുറെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും അല്ലെ. ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കാം അല്ലെ, ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണങ്ങൾ ഇതിൽ HB ഒക്കെ കുറവുള്ളവരാണെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണം, അങ്ങനെ ഡയറ്റിന്റെ ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്യാനായിട്ട് പറയും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇതില് രേഖപ്പെടുത്തണമെന്നാണ്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് കണ്ടത്, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണോ, റീക്യാപിറ്റുലേഷൻ ഓഫ് പേഷ്യന്റ് കോഴ്സ് ഹോസ്പിറ്റൽ എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം. ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഡിസ്ചാർജ് സമ്മറിയില് ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. പിന്നെന്താണ് ഫിസിക്കൽ തെറാപ്പിയിൽ അല്ലെ ഏതൊക്കെ എക്സസൈസുകളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്, എന്താണ് ഹീറ്റ് കോട്ട് വാട്ടർ ഇതെല്ലാം അതിലല്ലേ എല്ലാം തന്നെ ഫിസിക്കൽ തെറാപ്പിയിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അതേമാതിരി തന്നെ എന്താണ്
ഈ പറഞ്ഞ മിസ്ലേനിയസ് റിപ്പോർട്ട്സിൽ അല്ലെ നമുക്കറിയാം ICU CCU ഒക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ കെയറുകളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അബ്രിവേഷൻസ് ചോദിച്ചു വിടുകയാണെങ്കിൽ പിന്നെ അതോടുകൂടി അതിന്റെ പോയിന്റ്സ് അതോടുകൂടി കഴിയും. നമുക്ക് അറിയില്ല കേസ് അങ്ങനെയൊക്കെ കാണാറുണ്ട്. മെഡിക്കേഷൻ ഷീറ്റിൽ എന്താണ് പ്രധാനമായിട്ട് വരുന്നത് അല്ലെ, മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് മെഡിക്കേഷൻ ഷീറ്റിൽ വരുന്നത്. എന്താണ് TPR എന്നുള്ളത്, അതിലെ T എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, P എങ്ങനെയാണ്, R എന്താണെന്നതിനെ കുറിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. നമ്മളിപ്പോ കുറെ ഫോമുകളൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ, അത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും റിപ്പോർട്ടുകളെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നോക്കാം. അറേഞ്ച്മെന്റ്സ് ഓഫ് ഫോംസ് വിത്ത് ഫോൾഡർ ഇസ് ആസ് ഫോളോസ്. അതായത് 1 by 1 ആയിട്ട് തന്നെ നമ്മള് ഫോമുകളെല്ലാം കീപ്പ് ചെയ്യണം അല്ലെ, എന്നിട്ടാണ് അപ്ഡേഷനായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുക. അപ്പൊ ഫസ്റ്റിൽ എന്താ പറയുക, ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഫോം അല്ലെ, അവരുടെ ഫോം ഉണ്ട്. then കറസ്പോണ്ടൻസുകൾ ഉണ്ടെങ്കിൽ എഴുത്തുകുത്തുകൾ ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. then ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകൾ ഉണ്ടെങ്കിൽ, then ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവരുടെ നോക്കാം. അവിടെ ഓരോന്നും 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് എന്താണ്, കറസ്പോണ്ടൻസ് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻസ് എന്താണ്, then ഇൻപേഷ്യന്റ്. അപ്പൊ ജസ്റ്റ് നമുക്ക് അത് ഒന്ന് പറഞ്ഞു നോക്കാം. അതിൽ ഔട്ട് പേഷ്യന്റ് നോക്കാം. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഔട്ട് പേഷ്യന്റ് ജസ്റ്റ് ഇതിനു വേണ്ടി വരുന്നവരാ. ഔട്ട് പേഷ്യന്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്, വീണ്ടും പോയ കൺസൾട്ടന്റ് അല്ലെ. ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരികയാണ് അവര്. അവിടെ അപ്പോയിന്റ്മെന്റ് അല്ലെ അഡ്മിഷൻ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയാ ലാസ്റ്റ് അവർ ആയതുകൊണ്ട് ഇത്തിരി ഇതിലാവണ്ടെന്ന് ഓർത്തിട്ടാണ് ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത്. then എന്താണ് അവിടെ പറയുന്നത്, കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ chronological order. other forms are attached as required. അതായത് നമുക്കറിയാം ഇത് എപ്പോഴും അല്ലെ അതിൻ്റെതായ ഒരു കാലക്രമം, ഒരു ഇയർ ഒക്കെ ഉണ്ട് അല്ലെ, ഇന്ന ഇയറില് ഇന്ന പേഷ്യന്റ് ഇന്ന ടൈമില് ഇന്ന ദിവസം അല്ലെ. അപ്പൊ നമ്മള് ആ ഒരു ജസ്റ്റ് ഇയറിലെ ആദ്യ ദിവസം കളക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് കൺസൾട്ടേഷനിൽ നിന്ന് പോയ പേഷ്യൻസിൻ്റെതായിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പൊ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് അതൊക്കെ കീപ്പ് ചെയ്യുന്നത്. വെച്ചാൽ കാലക്രമേണയുള്ള ഓരോ ഇയർ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ദിവസങ്ങൾ കണക്കാക്കിയുള്ള അതേ രീതിയിലാണ് എന്താണ് നമ്മുടെ ഔട്ട് പേഷ്യന്റിന്റെ ഫോമുകളെല്ലാം കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് പറയുന്നത്, ഇതിനോടൊപ്പം തന്നെ ഈ ഔട്ട് പേഷ്യന്റ് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ജസ്റ്റ് വരുമ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ പിന്നെ ഒരു എക്സ്റേ എടുത്തിട്ട് അതിനെ കണ്ണ് കാണാം, ഓക്കെ ആണെങ്കിൽ ഞാൻ മെഡിസിൻ കുറിച്ച് തരാം അല്ലെ, അല്ലെങ്കിൽ ഇന്ന ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്ന് കാണിക്കുക, ബ്ലഡിന്റെ ടെസ്റ്റോ യൂറിന്റെ ടെസ്റ്റോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി ടെസ്റ്റിന് വിധേയമാക്കും. അതിന്റെ റിസൾട്ട് ഒരു വണ്ടി ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ വീണ്ടും കാണിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റിസൾട്ടുകളെല്ലാം തന്നെ ഈ ഒരു കൺസൾട്ടന്റിന്റെ അല്ലെ ആ ഒരു ഡോക്ടറിന്റെ അണ്ടറിലെ പേഷ്യന്റ് എടുത്തിരിക്കുന്ന ചാർട്ടിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. contain outpatient form and outpatient follow-up in chronological order. Other forms are attached as required. In case എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ മറ്റു ഫോമുകളെല്ലാം അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കും. Then correspondence. എന്താണ് correspondence എന്ന് പറയുന്നത്? കാലക്രമേണയുള്ള ആ ഒരു ഓർഡർ, അതായത് ഇനി ഇപ്പൊ 2002 ജനുവരി മാസം ഇന്ന സമയം അല്ലെ ആ ഒരു രീതിയിൽ തന്നെ കളക്ട് ചെയ്യണം. ഔട്ട് പേഷ്യന്റ് വരുന്ന കൺസൾട്ടേഷൻ വന്നു നാളെ കാലക്രമേണയുള്ള ഒരു രീതിയിൽ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയർ ബാക്ക് ചെയ്ത് ദിവസം നോക്കി സമയം അനുസരിച്ചിട്ടായിരിക്കും ഓരോ കൺസൾട്ടേഷനൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ നമ്മളൊക്കെ നെക്സ്റ്റ് നോക്കാനുള്ളത് കറസ്പോണ്ടൻസ് ആണ്. എന്താണ് കറസ്പോണ്ടൻസിൽ പറയുന്നത്? includes the referral letters form, admission request form, consultation form, consent to investigations, then a pre-operative checklist before operation, notification of stillbirth form, then birth notification, medical report,
ഇൻസിഡന്റ്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കുറെ എവിഡൻസുകൾ അല്ലെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കത്തിടപാടുകൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാ ഫോമുകളും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കാം എന്നുള്ളത്. അതായത് നമുക്കറിയാം ഓരോ പേഷ്യന്റിന്റേതായിട്ടുള്ള ചാർട്ടിൽ അവരുടേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കറിയാം നമ്മളെ ലേബർ റൂമിൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെങ്കിൽ അവിടെ പോയാലും ഇവരുടെ അല്ലെ ഓരോ പേഴ്സണിന്റേതായിട്ടുള്ള ഓരോ ദിവസത്തിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതില് എന്താണ് കറസ്പോണ്ടൻസ് എന്നുള്ള കത്തിടപാടുകൾ എന്നുള്ള ബേസിൽ വരുമ്പോൾ ഇതില് എന്തൊക്കെ ഫോമുകളാണ് ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത്. റഫറൽ ലെറ്റർ ഫോമുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൽ ഉൾപ്പെടുത്തണം. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അഡ്മിറ്റ് ചെയ്തേക്കണമെങ്കിൽ ആ ഫോമുകൾ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് ഉൾപ്പെടുത്തണം. ദെൻ കൺസൾട്ടേഷൻ ഫോം അല്ലെ, ഒരു ഫോം ആയിട്ട് തയ്യാറാക്കിയിട്ട് ഇന്ന ഡോക്ടറിനെ ഇന്ന സമയത്താണ് കാണണമെങ്കിൽ ജസ്റ്റ് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്താണ് കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ പരിശോധനാ ഫലമായിട്ടുള്ള കാര്യങ്ങൾ സമ്മതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ, നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഓപ്പറേഷന് മുമ്പ് തന്നെ ചെക്ക് ലിസ്റ്റ് ഇദ്ദേഹത്തിന്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം തന്നെ ചെക്ക് ചെയ്ത ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നോട്ടിഫിക്കേഷൻ ഓഫ് ഫസ്റ്റ് ബർത്ത് ഫോം, അതായത് ചിലപ്പോഴൊക്കെ അല്ലെ കുട്ടി ജനിക്കാതെ തന്നെ മരിച്ചു പോകാൻ സാധ്യതയില്ല, അങ്ങനെയൊക്കെയുള്ള ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ അറിയിപ്പുകള്. ദെൻ ബർത്ത് നോട്ടിഫിക്കേഷൻ ജനന അറിയിപ്പുകള്. ദെൻ മെഡിക്കൽ റിപ്പോർട്ട്, എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റേഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അണുബാധയെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടപടി കാര്യങ്ങൾ അതിന്റെ ഫോമില് അല്ലെ. ഇത്രയും വ്യക്തികൾക്കൊക്കെ അണുബാധ പിടിപെട്ടിട്ടുണ്ട്, മീൻസ് അണുക്കളുള്ള രോഗം വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഫോമുകള്. ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ, എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഇപ്പൊ അല്ലെ ഒരു കാലഘട്ടത്തിലെ നിപ വൈറസ് എന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക ആ ഒരു ടൈമില് അത് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് റിപ്പോർട്ട് നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഇന്ന ഹോസ്പിറ്റലിൽ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് കറസ്പോണ്ടൻസ് എടുത്ത് റിപ്പോർട്ടിന്റെ സെക്ഷനിലേക്ക് നോക്കുമ്പോ ഇല്ല, ഇവിടെ ആ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആ ഇയറിൽ നിപ വൈറസുമായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ട്. അപ്പൊ എഴുത്തുകുത്തുകൾ എന്ന് പറയുമ്പോൾ അതിനെ ഇങ്ങനെ 1 by 1 ആയിട്ട് ഒന്നിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. അതില് എന്തൊക്കെ ഉൾപ്പെടാമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ അല്ലെ, കൺസൾട്ടേഷൻ ഫോമില് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ, ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ഫോം ബിഫോർ ഓപ്പറേഷൻ, നോട്ടിഫിക്കേഷൻ ഓഫ് ഫസ്റ്റ് ബർത്ത് ഫോം, ദെൻ ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇതിലെന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതില് കറസ്പോണ്ടൻസിൽ ഉൾപ്പെടുത്താമെന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കറസ്പോണ്ടൻസിൽ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇന്ന പോയിന്റ്സുകൾ തന്നിട്ട് അത് എന്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാം ഔട്ട്പേഷ്യന്റിലാണോ, കറസ്പോണ്ടൻസിലാണോ, ഇൻവെസ്റ്റിഗേഷനിലാണോ, ഒരു ഡൗട്ട് വേണ്ട, കറസ്പോണ്ടൻസ് എന്ന അണ്ടറിലാണ് ഇതെല്ലാം ഉൾപ്പെടുത്തരുത്. ാണോ? വായിച്ചു നോക്കാട്ടോ. ാണോ? എന്തെങ്കിലും ചെയ്യാൻ സമയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ അൺമ്യൂട്ടാക്കിയിട്ടുണ്ട്. കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ കത്തിടപാടുകൾ എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. അതായത് എന്തെങ്കിലും അല്ലെ എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, അതിന് റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കേണ്ടതോ അല്ലെ. നമുക്കറിയാം ബർത്തിന്റെ നോട്ടിഫിക്കേഷൻ, അത് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ സിവിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് കണ്ടായിരുന്നു അല്ലെ. മെഡിക്കൽ റെക്കോർഡിന്റെ ആദ്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഡെത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിവിലുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തേണ്ടത്. അപ്പൊ അവിടെ എന്താണ്
അവിടെ അയക്കും അല്ലെ. എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല എങ്കിൽ, ഇൻഫോർമേഷൻസ് ലഭ്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസിൽ എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അയക്കും അല്ലെ. അതിന്റെ എവിഡൻസ് ഒന്ന് കളക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു കറസ്പോണ്ടൻസ് എന്നുള്ള അണ്ടറിലേക്ക് നോക്കിയാണെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതി ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പം വേണം അല്ലെ. അപ്പൊ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ എവിടെ ഉണ്ടാകും അത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കത്തിടപാടുകൾ വരാനുള്ള സാധ്യതകൾ അല്ലെ, ഇത്തരത്തിലുള്ള സിവിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. കേസ് നമുക്ക് ഞാൻ പറഞ്ഞ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലും അവിടെയും കണ്ട ഓപ്പറേറ്റീവിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ കൺസേന്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൺസേന്റ് ടു ആൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, കൺസൾട്ടേഷന്റെ ഉപ്പുകളുടെ കാര്യങ്ങള്, എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷന്റെ കാര്യങ്ങൾ. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരികയാണെങ്കിൽ കറസ്പോണ്ടൻസിൽ നോക്കിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഞാൻ പുതിയത് എന്തായാലും എടുക്കുന്നില്ല, കാരണം ചിലപ്പോ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്റെ ആവില്ല. നിങ്ങളാണെങ്കിൽ ലാസ്റ്റ് അവർ ആകുമ്പോഴേക്കും തയ്യാറാണ്. എപ്പോഴും ലാസ്റ്റ് അവറിൽ ഞങ്ങൾക്കുള്ള ഇൻഫോർമേഷൻ അവരെ മുഷിപ്പിക്കരുതെന്നാണ്. പക്ഷെ നമുക്ക് പോയിന്റ് കുറച്ച് കൂടുതൽ എടുത്തു പോകാനാണ് ശ്രമിക്കാറ്. കാരണം ക്വസ്റ്റ്യൻസ് നീങ്ങുമല്ലോ, ടീച്ചേഴ്സ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും എടുക്കണമെന്നാണ്. പക്ഷെ റിപ്പോർട്ട് വരുന്നത് നിങ്ങളെ മുഷിപ്പിക്കരുത് എന്നുള്ളൊരു ഇതിലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ആണോ? എല്ലാം ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.